കാന്താര കാണാൻ പോട്ടോ. എന്താവും എന്താണ് എന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ റിലീസിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണല് ഇതോടുകൂടി നിർത്തും. പടം കൂടുതലേക്ക് എല്ലാ പടവും മേജർ പടങ്ങളെല്ലാം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണും. അപ്പോൾ അതുപോലെ വെച്ചിട്ടുള്ള ഇന്ന് രാവിലെ 6:30 ആദ്യത്തെ ഷോ കാണാനായിട്ട് അവർ ആശീർവാദ തിയേറ്ററിൽ പോവാം. കണ്ടുകണ്ട് പറയാം, വേറെ ഒന്നും പറയണല്ലോ. ഒരുപാട് എക്സൈറ്റ്മെൻറ്റ് കാണിച്ചിട്ട് അങ്ങനെയുള്ള പടങ്ങളെല്ലാം ഇറങ്ങാനായിട്ടുള്ളൂ. നോക്കട്ടെ. തണുപ്പൊക്കെ വേണ്ടിട്ടാ കാലത്ത് വലിയ അടപ്പല്ല, ചെറിയ അടപ്പ്. ഇങ്ങനെ കാറ്റിൽ മേടിക്കണ്ടേ. അപ്പോൾ കുളിച്ചാ അത് കാരണം നടക്കൂ. കുറേ പേര് നടന്നുകൊണ്ട് ഒരു എൻക്രെഡിറ്റ് കൂടി പറയാനുണ്ട്. പടം നിങ്ങൾ കാണാം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ, അതായത് 4K അറ്റ്മോസ് ഡിജിറ്റൽ അറ്റ്മോസ് ഉണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടും സ്ക്രീനും ഉള്ള തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. ടോപ്പ് നോച്ച് ക്വാളിറ്റി നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുക. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. കാന്താര ചാപ്റ്റർ 1 ഋഷഭ് ഷെട്ടിയുടെ കരിയറിലെ ദ ബെസ്റ്റ് മൂവി. ആസ് എ ഡയറക്ടർ, ആസ് എ ആക്ടർ, ഈ രണ്ടിലും പുള്ളി ടോപ്പ് നോച്ച് ആയിട്ടുണ്ട്. ടോപ്പ് നോച്ച് ലെവലിൽ പുള്ളി നിൽക്കുന്നത്. പുള്ളിയുടെ ആ സിനിമയെ കണ്ട വിഷൻ എന്നുള്ളത് എന്താണോ പുള്ളി കണ്ടത് അത് 100% നമുക്ക് കൺവിൻസ് ആയിട്ടുണ്ട്, കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് സാറ്റിസ്ഫൈഡും ആണ്. ഇതിന്റെ വിഷ്വൽ ട്രീറ്റ്, പടത്തിനെ കുറിച്ച് അധികം ഒന്നും പറയണ്ട. വിഷ്വൽ ട്രീറ്റ് എന്നുള്ളത് മാരകമാണ്, മാസ്മരികമാണ്. നിങ്ങൾ ഈ സിനിമ കണ്ട് ഒരു ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൊടുത്ത കാശ് നിങ്ങൾക്ക് മുതലാന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരും. കാരണം ടോപ്പ് ലെവൽ ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ആണ്. പടത്തിന്റെ ബേസിക് കഥ എന്നുള്ളത് ദൈവവും ദൈവത്തിന്റെ പിറവിയും ദൈവത്തിന്റെ ഒരു സസ്റ്റൈനിറ്റി, ഇതാണ് കഥ. അതായത് നമ്മൾ കാന്താര ചാപ്റ്റർ 0 കണ്ട പോലെ, 0 അല്ല ആക്ച്വലി അത് ഇതൊരു പ്രീക്വലാണ്. അപ്പൊ ഇതിന് ശേഷം ചാപ്റ്റർ 2 ഉണ്ട്. അതായത് ഒരു ഒഫീഷ്യലി ഈ പടത്തിന്റെ ലാസ്റ്റ് കാണിക്കുന്നത്, എന്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുന്നുണ്ട്. ചാപ്റ്റർ 2 ഉണ്ട്. CG, VFX, BGM, മ്യൂസിക്, ഈ 4 പില്ലേഴ്സാണ് പടത്തിന്റെ മെയിൻ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്. അടുത്തൊരു മെയിൻ സെൻട്രൽ പില്ലർ എന്ന് പറഞ്ഞാൽ ഋഷഭ് ഷെട്ടി. പുള്ളിയുടെ വിഷൻ, പുള്ളിയുടെ സ്റ്റോറി ലൈൻ, പുള്ളിയുടെ ഡയറക്ടോറിയൽ ആ ഒരു വേ, പുള്ളി അതെങ്ങനെ കാണുന്നു, ആ സിനിമയെ എങ്ങനെ കൺവിൻസ് ചെയ്യുന്നു, എങ്ങനെ എടുത്തു വെച്ചേക്കുന്നു എന്നുള്ളതെല്ലാം അബ്സൊല്യൂട്ട്ലി ബ്രില്യൻ. ഹാറ്റ്സ് ഓഫ് മാൻ, ഹാറ്റ്സ് ഓഫ്. പുള്ളി പൊളിച്ചടക്കിയിട്ടുണ്ട് പടത്തിൽ. പുള്ളിയുടെ അഭിനയം കൊണ്ടും പുള്ളി പൊളിച്ചടക്കിയിട്ടുണ്ട്. പുള്ളി എനിക്ക് ഇപ്പൊ KGF ഈ ആഷ് എന്നുള്ള സാധനം പോലെ ഈ കാന്താര എന്നുള്ളത് വേറൊരാളെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വേറൊരാളെ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് റോൾ, അല്ലെങ്കിൽ ഈ ഒരു ദൈവാംശമുള്ള ഒരു റോൾ എന്നുള്ള സാധനം എന്റെ ചെവിയിൽ ഇപ്പോഴും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ മ്യൂസിക് ഇങ്ങനെ നടന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുക. ആ ഒരു എന്താ പറയാ, ഒരു പോസിറ്റിവിറ്റിയാണ് സിനിമ ഉണ്ടായിട്ട് എനിക്ക് വന്നത്. എനിക്കൊരു ഉള്ളിൽ എന്തോ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ആ സാധനം ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ആ BGM, ആ സ്കോറും അതെല്ലാം ചെവി കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. പിന്നെ പടത്തിൽ ജയറാമുണ്ട്. പിന്നെ കുറെ ആക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ജയറാമിനെ മാത്രമേ ഫെമിലിയർ ഉള്ളൂ. ബാക്കി കുറെ ആക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ആൾക്കാർ പേരൊന്നും അറിയാൻ പാടില്ല. കുറെ പേരൊക്കെ ഉണ്ട്. നായികയായിട്ടുള്ള പെണ്ണ് രസമായിട്ടുണ്ട്. നായിക മീൻസ് ഫീമെയിൽ ഓറിയന്റഡ് ക്യാരക്ടർ റോൾ ചെയ്തേക്കണം. ജയറാം കിട്ടലായിട്ട് ഇതുണ്ട്. പുള്ളിക്ക് എപ്പോഴും വന്നാലും മറ്റേ ആ ഒരു സാധനം, ആ സാധനം പുള്ളിക്ക് ഇടയ്ക്ക് കയറി വരും കേട്ടോ. അത് എങ്ങനെ അഭിനയിച്ചാലും പുള്ളിക്ക് കയറി വരും. പക്ഷെ അത് ഒരു പരിധി വരെ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്, അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ അഭിനയം അങ്ങനെ വരുന്നുണ്ടെങ്കിലും അത് കട്ട് കളയുന്നുണ്ട്, അത് ഒഴിവാക്കി വിടാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ സസ്പെൻസ് എന്ന് വെച്ചാൽ ചാപ്റ്റർ 2 ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് പറയാനുള്ളത് വെച്ചാൽ കാന്താര ചാപ്റ്റർ 0 ഫസ്റ്റ് ചാപ്റ്റർ, ഇതല്ല ഫസ്റ്റ് ചാപ്റ്റർ, അപ്പോൾ മറ്റേ ചാപ്റ്റർ 0 അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് മേളിലാണ് ഈ സിനിമ, ഒരുപാട് മേളിൽ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും രാവിലെ നേരത്തെ എൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പടത്തിന് ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. ആ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും കണ്ടു കഴിയുമ്പോൾ. ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു നല്ല സിനിമ ആയിരിക്കും എനിക്ക് വിശ്വാസം ഉണ്ട്. കണ്ടുപോകും.
എവിടെയൊക്കെയോ കണ്ടു മറന്ന പല സീക്വൻസ് ഉണ്ട്. പക്ഷെ ഈ പടത്തിൽ അത് കാണുമ്പോഴും അതിന് വീണ്ടും ഒരു വാവ് എന്നുള്ള ഫാക്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. കാന്താര ചാപ്റ്റർ 1 സൗത്ത് ഇന്ത്യൻ ലോബി അങ്ങ് കത്തി കേറുക. ഈ കോടികളും ക്രോഴ്സും ഈ 1000 കോടി അതിലൊന്നല്ല കാര്യം. ആ പടത്തിന്റെ ഒരു ക്വാളിറ്റി, ആ പടത്തിന്റെ മേക്കിംഗ് ക്വാളിറ്റി, ആ പടത്തിന്റെ വിഷ്വലി ഉള്ള ഒരു ട്രീറ്റ്, ആ പടം എന്ത് ഒരു മെസ്സേജ് നമുക്ക് തരുന്നു, നമുക്കത് എത്രത്തോളം കൺവിൻസ് ആയി, എത്രത്തോളം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്നിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഈ പടം. ഒരു മേക്കിംഗ് ആണ്, എന്തൊരു മേക്കിംഗ് ക്വാളിറ്റി ആയി പടത്തിന്. അതായത് സൗത്ത് ഇന്ത്യൻ മൂവീസ് അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി എന്നുള്ളത് പീക്ക് ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പീക്ക് ലെവലിലേക്ക് ഈ നോർത്ത് ഇന്ത്യൻ മൂവീസ് എല്ലാം കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ക്വാളിറ്റി, ഇവിടുത്തെ വേ ഓഫ് മേക്കിംഗ്, ഇവിടുത്തെ ഓരോ ടൈപ്പ് കൺസെപ്റ്റിൽ ഇവർ കൊടുക്കണ ഒരു എഫേർട്ട് ഉണ്ട്. ക്വാളിറ്റി ഓഫ് മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് നോച്ച്. എസ്പെഷ്യലി അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, BGM, സിനിമാറ്റോഗ്രഫി, CG, VFX, ഇത്രയും സാധനം ടോപ്പ് ലെവൽ എന്ന് വെച്ചാൽ ടോപ്പ് ലെവൽ.